ഹലോ ഗായ്സ്, അമേസിംഗ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്ത് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു അണ്ടർ വാട്ടർ അക്വാ ടണൽ എക്സ്പോയിൽ നമ്മൾ കണ്ട കാഴ്ചകളാണ്. വളരെ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ഭംഗിയുള്ള സുന്ദരമായ മീനുകളെ നമുക്കവിടെ കാണാൻ പറ്റി. എല്ലാ മീനുകളെയും പേരൊന്നും അറിയത്തില്ല, പക്ഷേ എങ്കിലും നമ്മൾ നീമോ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ വെറൈറ്റി മീനുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഈ മീനുകളെ കണ്ടോ, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. മുത്തുവാരി വെതറിയ പോലെ ഓറഞ്ചും പച്ചയും ചുവപ്പും പിങ്കും എന്തൊക്കെയോ നിറങ്ങളിൽ നല്ല ഭംഗിയുള്ള മീനുകളായിരുന്നു. നമ്മൾ പോയപ്പോഴത്തേക്ക് ഏതാണ്ട് 9:30 സമയമൊക്കെ കഴിഞ്ഞിരുന്നതുകൊണ്ട് നമുക്ക് വലിയ തിക്കും തിരക്കൊന്നുമില്ല. നല്ല സുഖമായിട്ട് വീഡിയോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ സമയം കിട്ടി. പിന്നെ കണ്ടോ, ഈ ഷാർക്കിൻ്റെ സെക്ഷൻ, വലിയ ഷാർക്ക് തൊട്ട് കുഞ്ഞു ഷാർക്ക് വരെ അവിടെ നമ്മൾ കണ്ട് കുറേ നേരം നമ്മൾ ആ ഷാർക്കിൻ്റെ അവിടെ തന്നെ നിന്നു. ഈ സെക്ഷൻ കണ്ടോ, പുള്ളിക്കാരൻ ആ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നിട്ട് പല വേലത്തരങ്ങൾ കാണിക്കുക. ഞാൻ നോക്കിയിട്ട് കൊള്ളാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഫ്ലൈയിങ് കിസ്സും തന്നു പുള്ളിക്കാരൻ. ഈ സെക്ഷൻ തൊട്ടായിരുന്നു നമുക്ക് ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുക്കാൻ കുറേ കൂടെ നല്ലൊരു അടിപൊളി സ്പോട്ട്. നിറയെ പൂക്കളും അനങ്ങുന്ന വണ്ടുകളും പൂമ്പാറ്റകളും ഒക്കെ ഉണ്ടായിരുന്നു. നിറയെ ആളുകൾ നിന്ന് അവിടെ സെൽഫി എടുക്കുന്നുണ്ടായിരുന്നേ. ഈ ഒരു സ്റ്റേജൊക്കെ ആയപ്പോഴത്തേക്ക് ആളുകളെയൊക്കെ ഇച്ചിരിയൊക്കെ കണ്ടു തുടങ്ങി. എങ്കിലും നിറയെ ഫോട്ടോ ഒക്കെ എടുത്തോട്ടോ നമ്മൾ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും അവിടെ അനങ്ങുന്ന മൃഗങ്ങളുണ്ടായിരുന്നു. അതിലിതാ ടോർട്ടോയ്സ് ഉണ്ടായിരുന്നു, ഡൈനോസർ ഉണ്ടായിരുന്നു, ആനയുണ്ടായിരുന്നു, പിന്നെ ഒരു കൊച്ചു സിംഹവും ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മളിതെല്ലാം നോക്കി നിന്നപ്പോഴത്തേക്കും ഇതാ വരുന്നു ഒരു റോബോട്ടിക് പട്ടി. ആദ്യം കണ്ടപ്പോഴത്തേക്കും നമ്മളെല്ലാം പേടിച്ചു പോയി. പിന്നെ നമുക്കങ്ങ് ഇഷ്ടമായി, അതിൻ്റെ കൂടെ കളിച്ചു തുടങ്ങി. അത് നമുക്ക് ഷേക്ക് ഹാൻഡ് തരും, എടുത്ത് ചാടും, ഒരു കൈ പൊക്കി നിൽക്കും, കിടക്കും. നല്ല രസമായിരുന്നു. ഇതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് സ്റ്റോളുകളും ഉണ്ടായിരുന്നേ. അലുവേൻ്റെയും പഴയ മുട്ടായികളുടെയും കമ്മൽ, മാല, വള, ബുക്ക് സ്റ്റോള്, അങ്ങനെ കുറേ സ്റ്റോളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ദിവസം കഴിഞ്ഞു പോയി.